നമുക്ക് വലിയ ആശ്ചര്യമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ്. ഇതില് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾക്കാകെയുള്ളത്. ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല. ഇപ്പൊ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ, അത് നമ്മൾ കാണണല്ലോ. എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ. വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിന്റെയോ, അതായത് 2016 മുതലുള്ള സർക്കാരല്ല, അതിനു മുൻപുള്ള സർക്കാരിന്റെയോ 2011 മുതൽ 16 വരെയുള്ള ആ സർക്കാരിന്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടില് തുടരുന്ന ഒരു പ്രക്രിയയുടെ സാക്ഷാത്കരണമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സാക്ഷാത്കരണത്തിൽ കഴിഞ്ഞ 9 വർഷം ഏറ്റവും നിർണായകമായിരുന്നു. അതാണതിൽ പ്രധാനം. ആ 9 വർഷത്തിൽ 2016 അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു. അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. അറിയാലോ, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്ക വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ആ തർക്ക വിഷയങ്ങൾക്കല്ല പിന്നീട് പ്രാധാന്യം കൽപ്പിച്ചത്. കാരണം നാടിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ, LDF സർക്കാർ തയ്യാറായത്. അപ്പോ നമ്മുടെ നാടിന്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തില് അതിനെ കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തുന്ന രീതിയല്ലല്ലോ വരാൻ പോകുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത്. അപ്പോ അതിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളൂ. നമ്മളതിന് തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന്? അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു, അദ്ദേഹത്തെ പരിപാടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പൊ വ്യക്തമായല്ലോ. അത് ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാ വരുന്നത്? നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത്. പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ചു വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ. അതില് അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗതിയിൽ കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ക്രെഡിറ്റിന്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെല്ലിട്ടുണ്ടാവുക. നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ. ക്ഷണം ചെല്ലുന്നത് അവസാനമാണല്ലോ. ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ. നമ്മളിപ്പോ ആളെ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളല്ല അതിന് ക്ഷണിക്കുന്നത്, നല്ല തീരുമാനിക്കുന്നത്. ഇപ്പോ ചില ആളുകള് ഇങ്ങനെ ഒരു ശങ്കയിൽ നിൽക്കുന്നെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. നമ്മൾ അഭിപ്രായപ്പെടുന്നു, അവിടുന്ന് തീരുമാനമെടുക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്ത് അറിയിക്കുന്നു. ആ പട്ടികയിലുള്ളവരെയാണ് പിന്നെ നമ്മൾ ക്ഷണിക്കുക. ഇതാണ് അതിന്റെ നടപടിക്രമം. അതാണ് നടന്നിട്ടുള്ളത്.
അല്ല, അത് ചിലപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. വാർഷികാഘോഷത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിലാണ് ഈ പരിപാടി വരുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി കാത്തുനിന്നാണ്. കഴിഞ്ഞ മാസം ഈ പരിപാടി നടക്കുന്നതായിരുന്നു. അപ്പോ ഇവിടെയുണ്ടായ ഒരു അസൗകര്യം കാരണം അത് മാറിപ്പോയതാണ്. അല്ലെങ്കിൽ നേരത്തെ നടക്കുകയായിരുന്നു. ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് അത് വരില്ലായിരുന്നു. പക്ഷേ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ വന്നു. അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ടാണ്. ആ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം വരാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.